അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി അക്യുമുലേഷൻ ഓഫ് എ സബ്സ്റ്റൻസ് ഓൺ ദി സർഫസ് ഓഫ് എ സോളിഡ് ഓർ ലിക്വിഡ് സബ്സ്റ്റൻസ്. ഒരു ലിക്വിഡിൻ്റെയോ സോളിഡിൻ്റെയോ സർഫസിൽ വേറൊരു സബ്സ്റ്റൻസ് വന്ന് പറ്റി പിടിച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അഡ്സോർപ്ഷൻ ഈസ് എ സർഫസ് ഫിനോമിനൻ ആണ്. സം എക്സാമ്പിൾ ഓഫ് അഡ്സോർപ്ഷൻസ് ആർ പൗഡേർഡ് ചാർക്കോൾ അബ്സോർബ് ഗ്യാസ് ലൈക്ക് H2, O2, CO2, Cl2, സിലിക്ക ജെൽ അഡ്സോർബ് മോയിസ്ചർ. ഡീസോർപ്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ്. ദ പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് ആൻ അഡ്സോർബ്ഡ് സബ്സ്റ്റൻസ് ഫ്രം ദി സർഫസ് ഓഫ് ദി അഡ്സോർബൻറ്റ് ഈസ് കോൾഡ് ഡീസോർപ്ഷൻ. സോർപ്ഷൻ എന്ന് വെച്ചാൽ ഇഫ് അഡ്സോർപ്ഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഒക്യുർ സൈമൾട്ടേനിയസ്ലി ദ പ്രോസസ് ഇസ് കോൾഡ് സോർപ്ഷൻ. അഡ്സോർപ്ഷൻ എന്ന് വെച്ചാൽ ഒരു സർഫസ് ഫിനോമിന കോൾ അഡ്സോർബ് ഗ്യാസ്. അബ്സോർപ്ഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ബൾക്ക് ഫിനോമിനൻ ആണ്. സ്പോഞ്ചസ് അബ്സോർബ് വാട്ടർ. തെർമോഡൈനാമിക്സ് അക്സെപ്റ്റ് ഓഫ് അഡ്സോർപ്ഷൻ. ഡ്യൂറിങ് അഡ്സോർപ്ഷൻ ഡെൽറ്റ എച്ച് ഈസ് നെഗറ്റീവ്, ഡെൽറ്റ എസ് ഈസ് നെഗറ്റീവ്, ഡെൽറ്റ ജി ഈസ് നെഗറ്റീവ്. ടൈപ്പ് ഓഫ് അഡ്സോർപ്ഷൻ. അഡ്സോർപ്ഷൻ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫിസിസോർപ്ഷൻ, കെമിസോർപ്ഷൻ. ഫിസിക്കൽ അഡ്സോർപ്ഷൻ or chemical adsorption. Physical adsorption, the force of attraction between adsorbent. Enthalpy of adsorption is low, not specific, reversible ആയിരിക്കും. Form multi-layer of adsorbate, no need of activation energy. In chemical adsorption, there is a chemical bond. Enthalpy of adsorption is high, highly specific ആയിരിക്കും, റിവേഴ്സിബിൾ ആയിരിക്കും. ഫ്രം സിംഗിൾ ലെയർ ടു അഡ്സോർബൻറ്റ്, നീഡ് ഓഫ് ആക്ടിവേഷൻ എനർജി. ഫ്രെൻലിച്ച് അഡ്സോർപ്ഷൻ ഐസോതേർം എന്നാന്ന് വെച്ചാൽ ദ എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ x/m വിത്ത് പ്രഷർ P. പ്ലോട്ട് ചെയ്യുമ്പോൾ ഒരു ഗ്രാഫ് കിട്ടും. അതാണ് ഫ്രെൻലിച്ച് അഡ്സോർപ്ഷൻ ഐസോതേർം. ഈസ് എക്സ്പ്രസ്ഡ് ബൈ ദ ഇക്വേഷൻ x/m ഈക്വൽ ടു k ഇൻറ്റു p⁻1/n is called a Freundlich adsorption isotherm. K and N are constant. x/m equal k into p⁻1/n where n greater than 1. Application of adsorption. Production of high vacuum, production of gas mask, control of humidity, purification of cane sugar solution in heterogeneous catalysis. കറ്റാലിസിസ് എന്താണെന്ന് പറയാം. ഒരു കാറ്റലിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള കെമിക്കൽ റിയാക്ഷൻസിനെയാണ് നമ്മൾ കറ്റാലിസിസ് എന്ന് പറയുന്നത്. ഒരു കാറ്റലിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ കാറ്റലിസ്റ്റ് ഈസ് എ സബ്സ്റ്റൻസ് ദാറ്റ്സ് ചേഞ്ച് ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ വിത്ത് അണ്ടർഗോ എനി പെർമനൻറ്റ് കെമിക്കൽ ചേഞ്ച് ബൈ ഇറ്റ് സെൽഫ്. സ്വയം രാസമാറ്റത്തിന് വിധേയമാകാതെ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റിനെ ചേഞ്ച് ചെയ്യുന്ന സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. കാറ്റലിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള കെമിക്കൽ റിയാക്ഷൻസിനെയാണ് കറ്റാലിസിസ് എന്ന് പറയുന്നത്. കറ്റാലിസിസ് 2 ടൈപ്സ് ഉണ്ട്. ഹോമോജീനിയസ് കറ്റാലിസിസ്, ഹെട്രോജീനിയസ് കറ്റാലിസിസ്. ഹോമോജീനിയസ് കറ്റാലിസിസിൽ റിയാക്റ്റൻസ് ആൻഡ് കാറ്റലിസ്റ്റ് ആർ ഇൻ സെയിം ഫേസ്. എക്സാമ്പിൾ 2SO2 plus O2 2SO3 in the presence of nitric oxide catalyst. Heterogeneous catalyst. Reactant and catalyst are in different phase. റിയാക്റ്റൻറ്റും കാറ്റലിസ്റ്റും ഡിഫറെൻറ്റ് ഫേസിലായിരിക്കും. അതിന് എക്സാമ്പിൾ തന്നെയാണ് 2SO2 plus O2 2SO3 ആകുന്നത് വനേഡിയം പെൻറ്റോക്സൈഡിൻ്റെ പ്രസൻസിൽ. കാറ്റലിസ്റ്റ് വനേഡിയം പെൻറ്റോക്സൈഡിൻ്റെ പ്രസൻസിൽ. അടുത്തതാണ് നേച്ചർ ഓഫ് സോളിഡ് കറ്റാലിസിസ്. 2 നേച്ചറുണ്ട്, ആക്ടിവിറ്റി ആൻഡ് സെലക്ടിവിറ്റി. ആക്ടിവിറ്റി എന്ന് പറയുന്നത് എബിലിറ്റി ടു സ്പീഡ് അപ്പ് ദ കെമിക്കൽ റിയാക്ഷൻ. ഒരു റിയാക്ഷൻ സ്പീഡപ്പ് ചെയ്യാനുള്ള കാറ്റലിസ്റ്റിൻ്റെ കഴിവിനെയാണ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. സെലക്ടിവിറ്റി എന്ന് പറയുന്നത് എബിലിറ്റി ടു ഡയറക്റ്റ് എ റിയാക്ഷൻ ടു ഈൽഡ് എ പർട്ടിക്കുലർ പ്രൊഡക്റ്റ്. ഷേപ്പ് സെലക്റ്റീവ് catalyst. The catalytic which determines shape of the product molecule formed is called a shape selective catalyst. Example, zeolite. Reason, they have microporous cavities.
ദെൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്രൊമോട്ടേഴ്സ് ആൻഡ് പോയിസൺസ് ആണ്. പ്രൊമോട്ടേഴ്സ് ആർ സബ്സ്റ്റൻസ് ദാറ്റ് എൻഹാൻസ് ദ ആക്ടിവിറ്റി ഓഫ് ദ കാറ്റലിസ്റ്റ് വൈൽ പോയിസൺസ് ഡിക്രീസ് ദ ആക്ടിവിറ്റി ഓഫ് എ കാറ്റലിസ്റ്റ്. ഫോർ എക്സാമ്പിൾ, മോളിബ്ഡിനം ആക്ട് ആസ് എ പ്രൊമോട്ടർ ആൻഡ് carbon monoxide act as a poison in Haber process for the manufacture of ammonia. Enzyme, biological catalyst. Catalysis in presence of enzyme is called enzyme catalysis. Example ആണ് invertase, maltose, pepsin, etc. The enzyme invertase convert cane sugar into glucose and fructose. Characteristics of enzyme catalysis: highly specific, highly efficient, occurs at optimum temperature, occurs at optimum pH. Lock and key mechanism of enzymatic action ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. എൻസൈമും സബ്സ്ട്രേറ്റും കൂടി എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ആദ്യം ഫോം ചെയ്യുന്നു. ഈ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് പിന്നെ എൻസൈം പ്രൊഡക്റ്റ് കോംപ്ലക്സ് ആകുന്നു. പിന്നെ ഇതിൻ്റെ ഡീകമ്പോസിഷൻ സംഭവിച്ച് പ്രൊഡക്റ്റും എൻസൈമും ഫോം ചെയ്യുന്നു. ഇതാണ് ലോക്ക് ആൻഡ് കീ മെക്കാനിസം ഓഫ് എൻസൈമാറ്റിക് ആക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് കൊളോയിഡ്സ് ആണ്. കൊളോയിഡ്സ് ഈസ് എ ഹെട്രോജീനിയസ് മിക്സ്ചർ ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേഴ്സ്ഡ് മീഡിയം വെർ പാർട്ടിക്കിൾ ഡയമീറ്റർ ഇൻ ബിറ്റ്വീൻ 1 nanometer to 1000 nanometer. Classification of colloids. Based on the nature of particle, colloids can be divided into 3 types: multimolecular colloids, macromolecular colloids, associated colloids. Multimolecular colloids, atoms or small molecule having diameter less than 1 nanometer bind together by weak van der Waals force of attraction is called multimolecular colloids. Example ആണ് gold salt, sulfur salt. Macromolecular colloids, size of the particle ഈസ് ഇൻ ബിറ്റ്വീൻ കൊളോയിഡൽ റേഞ്ച് എന്ന് വെച്ചാൽ 1 nanometer to 1000 nanometer ആണ് കൊളോയിഡൽ റേഞ്ച്. ആ റേഞ്ചിൽ വരുന്ന കൊളോയിഡൽ പാർട്ടിക്കിളെയാണ് മാക്രോമോളിക്കുലാർ കൊളോയിഡ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് സൊല്യൂഷൻസ് ഓഫ് സ്റ്റാർച്ച്, സെല്ലുലോസ്, പ്രോട്ടീൻ. അടുത്തതാണ് അസോസിയേറ്റഡ് കൊളോയിഡ്സ് അഥവാ മൈസലീസ്. ദീസ് ആർ സബ്സ്റ്റൻസ് വിച്ച് ഹാവ് എ നോർമൽ ഇലക്ട്രോലൈറ്റ് അറ്റ് ലോ കോൺസെൻട്രേഷൻ ബട്ട് ആസ് കൊളോയിഡ് അറ്റ് ഹയർ കോൺസെൻട്രേഷൻ. It is formed only above a particular temperature is called Kraft temperature (TK) and above a particular concentration is called critical micelle concentration (C). Associated colloidsന്റെ ഒരു പ്രോപ്പർട്ടീസ് ആണ് formation of micelles. The cleansing action of soap is due to formation of micelles. Based on the physical state of dispersed phase and dispersed medium, colloids can be divided into 2 types: ലയോഫിലിക് ആൻഡ് ലയോഫോബിക് കൊളോയിഡ്സ്. ലയോഫിലിക് കൊളോയിഡ്സിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. അതിൻ്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ സ്ട്രോങ് ആയിരിക്കും, ഈസി ടു പ്രിപ്പയർ ആയിരിക്കും, റിവേഴ്സിബിൾ ആയിരിക്കും. ദാറ്റ് ഈസ് ദേ ക്യാൻ ബി ഈസിലി സെപ്പറേറ്റഡ് ആൻഡ് റീമിക്സ്ഡ്. സ്റ്റെബിലിറ്റി സ്റ്റേബിൾ ആയിരിക്കും. ഇൻ ദ കേസ് ഓഫ് ലയോഫോബിക് കൊളോയിഡ്സ്, വീക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കും, ഡിഫിക്കൽട്ട് ടു പ്രിപ്പയർ ആയിരിക്കും, ഇറിവേഴ്സിബിൾ ആയിരിക്കും, അൺസ്റ്റേബിൾ ആയിരിക്കും. Then preparation of colloids. First chemical methods ആണ്. Colloid solution can be prepared by chemical reaction like oxidation, reduction, double decomposition, hydrolysis, etc. Second type ആണ് electrical disintegration method, Bredik's arc method. It is used for the preparation of metal salt like Ag, Au, Pt, etc. അടുത്ത മെത്തേഡാണ് പെപ്റ്റൈസേഷൻ. ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് precipitate into a colloidal salt using a suitable dispersant medium and electrolyte is called peptization. The electrolyte called peptizing agent. Next topic ആണ് purification of colloids. First one ആണ് dialysis. It is the process of removing dissolved substance from the colloidal solution by means of diffusion through a semi-permeable membrane. The speed of dialysis can be increased by electric field. Then the process is known as electrodialysis. Second one, ultrafiltration. It is the process of separating the colloidal particle from the impurities by using ultrafilter paper is called ultrafiltration. Then properties of the colloids ആണ് Tyndall effect. Scattering of light by colloidal particle is called a Tyndall effect. Then we can see the path of the light beam. അതിൻ്റെ applications in the construction of ultra microscope, blue color of the sky, etc. Brownian movement. The zigzag movement of colloidal particle in colloids is called a Brownian movement.
Electrophoresis. The movement of colloidal particle towards cathode or anode under the influence of electric field is called electrophoresis. Next one, coagulation അഥവാ precipitation. The process of settling of colloidal particle is called coagulation. It can be done by different ways like electrophoresis, continuous dialysis, addition of electrolyte. Then Hardy-Sculls rule and coagulation. The greater the valency of the activation ion, the greater will be the coagulating power. This is known as Hardy-Sculls rule. Example, in the coagulation of negative salt like As2S3, the coagulating power is Al3 plus greater than Ba2 plus greater than Na plus. In the coagulation of positive salt like ferric hydroxide, the coagulation power PO4 3 minus greater than SO4 2 minus greater than Cl minus. Protective colloids. It is a lyophilic salt which is used to stabilize a lyophilic salt. Example ആണ് gelatin, gum, egg, albumin. Next topic emulsion ആണ്. Emulsion. Liquid colloidal system is called emulsions. Example milk. They can be divided into two types. Water in oil type emulsion, oil in water type emulsion. Water in oil type emulsion dispersed phase water ആയിരിക്കും, dispersed medium oil ആയിരിക്കും. എക്സാമ്പിൾ ആണ് ബട്ടർ, കോഡ് ലിവർ ഓയിൽ. ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് എമൽഷൻസിൽ ഡിസ്പേഴ്സ്ഡ് ഫേസ് ഓയിൽ ആയിരിക്കും, ഡിസ്പേഴ്സ്ഡ് മീഡിയം വാട്ടർ ആയിരിക്കും. എക്സാമ്പിൾ മിൽക്ക്. ദ സബ്സ്റ്റൻസ് which is used to stabilize emulsion is called emulsifying agent. Example proteins, gums, natural and synthetic soaps, etc. Then application of colloids. First application ആണ് formation of delta. Second one electrical precipitation of smoke. Third one purification of drinking water. Fourth tanning. Fifth medicine. Then blood. Blood is the colloidal solution of albuminoid substance. When alum of ferric chloride solution is added to blood, coagulation of particle takes place resulting blood clotting. Then blue color of sky, artificial raining, making rubber sheet from rubber latex.